ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളും സ്ട്രെയിറ്റ് ഫോർവേഡുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാം എന്നുള്ളതിനെ പറ്റി. സ്ട്രാറ്റജീസോ കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിസംസോ ഒന്നും തന്നെ ഇന്നത്തെ വീഡിയോയിലില്ല. ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ്, എന്താണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട്? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഈ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ബ്രോക്കറിൻ്റെ കീഴിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മുടെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെലിവറി ആയിട്ട് സ്റ്റോക്സ് എടുത്തു എന്ന് വിചാരിക്കുക, സ്ക്രിപ്റ്റ്സ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഈ സ്ക്രിപ്റ്റ്സ് ഇലക്ട്രോണിക് ഫോമാറ്റിൽ സൂക്ഷിക്കണമല്ലോ. അങ്ങനെ ഇലക്ട്രോണിക് ഫോമാറ്റിൽ നമ്മുടെ സ്ക്രിപ്റ്റ് സൂക്ഷിക്കുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡെലിവറി ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ടിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. ഡിമാറ്റ് അക്കൗണ്ട് അല്ല. എന്തുകൊണ്ട് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പുതിയ ഒരു സ്ട്രാറ്റജി ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. എൻ്റെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനൊരു സ്ട്രാറ്റജി സംസാരിച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജിയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. എന്നിട്ട് പതിയെ ഓരോ ആഴ്ചയായിട്ട് സ്കെയിലപ്പ് ചെയ്ത് പോകാം എന്ന് ഞാൻ വിചാരിച്ചു. ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കൂടുമ്പോൾ ഈ സ്ട്രാറ്റജി സ്കെയിലപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. നോർമലി ഞാൻ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഒരു അക്കൗണ്ട് തന്നെ കീപ്പ് ചെയ്യും. കാരണം അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി തലവേദനകൾ കുറവാണ്. കാരണം ഇത് അക്കൗണ്ട് ചെയ്യേണ്ട, ബുക്ക് കീപ്പ് ചെയ്യേണ്ട, നമുക്ക് ട്രേഡറിൻ്റെ ആ ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് സ്ട്രാറ്റജീസ് ഒരുമിച്ച് ചേർത്ത് ഒരു അക്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് സ്ട്രാറ്റജി എന്നുള്ള പ്രോഫിറ്റാണ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ലെഡ്ജറൊക്കെ കീപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ജേർണലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ട്രാറ്റജിക്ക് ഓരോ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഈ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ബ്രോക്കറായ കോട്ടക് നിയോ എന്ന് പറയുന്ന ആപ്പിനകത്താണ്. എന്തുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബേസിക്കലി ബ്രോക്കറേജേ ഇല്ല. ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ക്യാഷ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലോ ഫ്യൂച്ചേഴ്സോ ഓപ്ഷൻസോ എന്തായാലും നമ്മൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്. അന്ന് രാവിലെ തന്നെ വാങ്ങിച്ച് രാത്രിക്കകത്ത് തന്നെ വിൽക്കുന്ന രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആണെങ്കിൽ അവിടെ ബ്രോക്കറേജേ ഇല്ല. ഇപ്പോൾ ബ്രോക്കറേജ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ടാക്സും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും ഒക്കെയല്ലേ ഉള്ളൂ. അത് വളരെ കുറച്ചേ ഉള്ളൂ ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതാണ് വളരെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് സ്ക്രീൻ റെക്കോർഡറിൽ. ഓക്കെ, വരൂ. ഹലോ. അപ്പോൾ നമ്മൾ കോട്ടക് നിയോയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ്. ഈ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഓപ്പൺ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ടാബ് ഓപ്പൺ ആവും. അവിടെ തന്നെ പറഞ്ഞിരിക്കും, കണ്ടോ ഇവിടെ ഇൻട്രാഡേ ട്രേഡിങ്സിന് 0 ബ്രോക്കറേജ് ആണ്. എല്ലാ ടൈപ്പ് ഓഫ് ഇൻട്രാഡേ ട്രേഡിങ്സിനും 0 ബ്രോക്കറേജ് ആണ് എന്നുള്ള കാര്യം. നമുക്കിവിടെ പേരും ഡീറ്റെയിൽസും കൊടുക്കാം. പേരും ഡീറ്റെയിൽസും ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതായത് പേരും മൊബൈൽ നമ്പറുമാണ് അവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. പേരും മൊബൈൽ നമ്പറും ഞാനവിടെ അപ്ഡേറ്റ് ചെയ്തു. ഒരു മിനിറ്റ്, എൻ്റെ ഫോണും കൂടെ ഒന്ന് നിൽക്കണം. അതിനകത്ത് ഒരു OTP മെസ്സേജ് വരും. അപ്പോൾ നേരെ OTPയുടെ ആ ഒരു സ്ക്രീനിലോട്ട് ഇത് തിരിക്കുകയാണ്. OTPയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ആ സ്ക്രീനിൽ നിന്ന് OTP അപ്ഡേറ്റ് ചെയ്യാനുള്ള വിൻഡോയിലോട്ട് അപ്ഡേറ്റ് ആവും. ഞാൻ OTP കൊടുക്കുന്നു. OTP വന്നില്ല, ഒരു മിനിറ്റ്. OTP അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. OTP അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ ഇത് ആക്ച്വലി വന്ന് നിൽക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിന് മുന്നേ ഒരു ഡിജി ലോക്കറിന്റെ ഒരു സ്ക്രീനിലോട്ട് ഇത് പോകും. ഡിജി ലോക്കറിന്റെ അവിടെ സ്ക്രീനിൽ പോയിട്ട് നമ്മുടെ പാൻ നമ്പറും ആധാറിന്റെ ഡീറ്റെയിൽസും ചോദിക്കും. പാൻ നമ്പറും ആധാറിന്റെ ഡീറ്റെയിൽസും നമ്മളത് കൊടുത്താൽ മതി. ഡിജി ലോക്കറിന്റെ പാസ്വേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് ഡിജി ലോക്കർ വഴി നമുക്ക് വെരിഫൈ ചെയ്യാം. ഡിജി ലോക്കർ വഴി നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറയുന്ന ഒരു സ്ക്രീനിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു UPI വെച്ചിട്ട് ബാങ്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അതെന്തോ ഒരു ടെക്നിക്കൽ എറർ കാണിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മാനുവലി ആയിട്ട് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുവാണ്.
മാനുവലി ആയിട്ട് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യാനായിട്ട് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ലിങ്ക് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയി. നമുക്ക് ₹1 നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ നിങ്ങളുടെ ജെൻഡർ എന്താണ്, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷൻ, ഏത് ഫീൽഡിലാണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്നുള്ളത് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇൻകം സ്റ്റാറ്റസ് എവിടെയാണ് എന്നുള്ളത് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ട്രേഡിങ്ങിലെ എക്സ്പീരിയൻസ് എന്തുണ്ട് എന്നുള്ളതാണ് അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ള ഡീറ്റെയിൽസ്. പിന്നീട് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് ഫോക്കസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് സെഗ്മെന്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ബേസിക്കലി എല്ലാ സെഗ്മെന്റും കൊടുത്തു. കാരണം ഡെറിവേറ്റീവ്സ് കൊടുത്തു, ഇവിടെ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. MCX, NCDX ഇത് കമ്മോഡിറ്റിയുടെ സെഗ്മെന്റ്സ് ആണ്, മീൻസ് കമ്മോഡിറ്റിയുടെ എക്സ്ചേഞ്ചസ് ആണ്. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ NCDXും അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുത്തു. കണ്ടിന്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്. ബേസിക്കലി നമ്മളിത് എല്ലാം എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മേ ബി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ എന്നുള്ളതാണ് ഐഡിയ. യൂഷ്വലി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ്സിൽ മാത്രമാണ്. എങ്കിലും നമ്മൾ മേ ബി ചിലപ്പോൾ സ്റ്റോക്ക് അതിനകത്ത് വാങ്ങിക്കാം, സ്റ്റോക്കിനെ പ്ലഡ്ജ് ചെയ്യാം. പിന്നെ മേ ബി ഇൻ ഫ്യൂച്ചറിൽ കമ്മോഡിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഞാൻ ടിക്ക് കൊടുത്തു. ഇനി കണ്ടിന്യൂ കൊടുക്കുകയാണ്. നോമിനി ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു. നോമിനിയെ ആഡ് ചെയ്തു. നോമിനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആൾറെഡി ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോമിനിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നോമിനി ഡീറ്റെയിൽസ് സേവ് ചെയ്തു. ഇനി ഈ സ്റ്റെപ്പ് മുതൽ എനിക്ക് ആക്ച്വലായിട്ട് ചെയ്യാനുണ്ട്. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിഗ്നേച്ചർ ഒന്ന് അപ്ലോഡ് ചെയ്യുവാണ്. സിഗ്നേച്ചർ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. സിഗ്നേച്ചർ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കറക്റ്റായിട്ട് വലിയ ഒരു സൈസിൽ സിഗ്നേച്ചർ ഇട്ട് കറക്റ്റ് ക്ലാരിറ്റിയോടുകൂടി ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. ഇപ്പോൾ സിഗ്നേച്ചർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് പിക്ക് ചെയ്യില്ലേ നോക്കാം. ഓക്കെ, സിഗ്നേച്ചർ അത് പിക്ക് ചെയ്തു. ഒന്ന് 2-3 തവണ ട്രൈ ചെയ്തതിന് ശേഷമാണ് ശരിയായത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു വലിയൊരു സൈസിൽ കുറച്ച് നല്ല ക്ലാരിറ്റി തന്നെ സിഗ്നേച്ചർ സൈൻ ചെയ്തിട്ട് അത് ഫോട്ടോ എടുക്കുകയാണെങ്കിലാണ് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക. സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇനി സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ പിക്ചറാണ് കൊടുത്തത്. നമ്മുടെ സെൽഫി കൊടുക്കണം. നമ്മൾ സെൽഫി അപ്ലോഡ് ചെയ്യണം. റീടേക്ക് സെൽഫി എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. റീക്യാപ്ചർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നോർമലി വരുമ്പോൾ ഒരു ആദ്യമായിരിക്കും ഈ റീക്യാപ്ചർ വരിക, അതിന് ശേഷമായിരിക്കും പിന്നീട് ഈ പറയുന്ന സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള വരിക. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ആദ്യമോ രണ്ടാമതോ കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒരു ഓർഡറിൽ അവർ ചോദിക്കുന്നത് ആദ്യമാണ് സെൽഫി എടുക്കാനായിട്ട് ചോദിക്കുക. സെൽഫി എടുക്കേണ്ട ആളെ വിളിച്ചോണ്ട് വരാം. അപ്പോൾ നമ്മൾ ഫോട്ടോ ഓൾറെഡി ഇപ്പോൾ എടുത്തിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സിഗ്നേച്ചർ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തു. ഇനിയുള്ളത് ഫിനാൻഷ്യൽ പ്രൂഫ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പ്രൂഫ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതി. അതല്ല നിങ്ങളുടെ ഫയൽ ചെയ്ത റിട്ടേൺസ് ഉണ്ടെങ്കിൽ റിട്ടേൺസ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കുറച്ച് പാടുപെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, മീൻസ് നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. പക്ഷെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എനിക്ക് മാറ്റാനും പറ്റുന്നില്ല. അതിൽ എവിടെയാണ് പാസ്വേഡ് എന്നുള്ളത് ഒരിടത്തും കാണിക്കുന്നില്ല. മെയിലിൽ ഞാനൊന്നും കണ്ടതുമില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ സ്റ്റേറ്റ്മെന്റിനെ ക്രോമിൽ ഓപ്പൺ ചെയ്തിട്ട് Ctrl+P പ്രസ് ചെയ്ത്, അതായത് നമ്മുടെ പ്രിന്റ് ഓപ്ഷൻ കൊടുത്തിട്ട് അതിന് സേവ് ആസ് PDF ആയിട്ട് സേവ് ചെയ്തു. ഈ സേവ് ആസ് PDF ആയിട്ട് സേവ് ചെയ്ത സമയത്ത് അതിന്റെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ പോയി. എന്നിട്ട് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം.
ഞാനിപ്പോൾ സേവ് ചെയ്തിരിക്കുന്നതാണ്. ഡയറക്റ്റായിട്ട് ചൂസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എടുത്തോളും. ഇപ്പോൾ ഡോക്യുമെൻ്റ് ഇവിടെ അറ്റാച്ച് ആയി. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം, ഞാൻ എൻ്റെ ബാങ്കിൽ നിന്ന് കണ്ടത് അത് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഈ ഫീൽഡിൽ വരുമ്പോൾ പാസ്വേഡ് ആയിരിക്കും ചോദിക്കുക. പക്ഷേ പാസ്വേഡിൻ്റെ ഓപ്ഷൻ ഉള്ളതുമില്ല. നമ്മൾ ആ PDF ഓപ്പൺ ചെയ്യുന്ന സമയത്തും അതിനകത്തൊരു പാസ്വേഡ് ഞാൻ കാണുന്നില്ല. പാസ്വേഡ് ചോദിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയാണ്. പക്ഷെ എന്തൊരു സെക്യൂരിറ്റി കൺട്രോൾ അവിടെ എനബിൾ ചെയ്തിട്ടുണ്ട്, പാസ്വേഡ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള. അതുകൊണ്ടാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് പാസ്വേഡ് ചോദിക്കുന്നത്. ഈ നമ്മൾ സേവാസ് കൊടുത്ത് എടുക്കുമ്പോൾ, അതായത് പ്രിന്റ് കൊടുത്തിട്ട് സേവാസ് കൊടുത്ത് എടുക്കുമ്പോൾ ആ പാസ്വേഡ് സ്ട്രിപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇതിനകത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. എന്നാലും ഞാനിപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ PDF സബ്മിറ്റായി. ഇനി ഇപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ളതൊന്നുമില്ല. ഞാൻ മൊബൈൽ നമ്പർ ആഡ് ചെയ്തു, മെയിലിൻ്റെ നമ്പർ ആഡ് ചെയ്തു, ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാൻസ് ചൂസ് ചെയ്യാം. വെരിഫൈ ആൻഡ് ചൂസ് പ്ലാൻ. സ്മാർട്ട് ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 0 ബ്രോക്കറേജ് ഓൺ ഓൾ ഇൻട്രാഡേ ട്രേഡ്സ് ഇൻക്ലൂഡിങ് GST. ഒന്നുമില്ല, നമുക്ക് ഇൻക്ലൂഡിങ് ഓഫ് GST പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജും ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ലൈഫ് ടൈം ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ്. 0.25% ഓഫ് ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ. പിന്നെ 20 ഫ്ലാറ്റ് പെർ ഓർഡർ ടു ക്യാരി ഫോർവേഡ് എഫാൻഡോ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 20 റുപ്പീസ് ആയിരിക്കും വരിക. ക്യാരി ഫോർവേഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് പെർ ഓർഡർ ഫോർ ക്യാരി ഫോർവേഡ് എഫാൻഡോ, അതല്ല നമ്മൾ ക്യാരി ഫോർവേഡ് എഫാൻഡോ അല്ല ഇൻട്രാഡേ ആയിട്ടുള്ള ട്രേഡ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് യാതൊരു ബ്രോക്കറേജും ഇല്ല എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസും ചാർജസും എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചാർജസ് ഉണ്ട്. ഡെലിവറി ആണെങ്കിൽ 0.25% ആയിരിക്കും ബ്രോക്കറേജ്. ഇൻട്രാഡേക്ക് ക്യാഷ് സെഗ്മെന്റ് ഇല്ല. നമ്മുടെ എഫാൻഡോയ്ക്ക് ക്യാരി ഫോർവേഡ് ആണെങ്കിൽ 20 റുപ്പീസ് ആയിരിക്കും. ഇൻട്രാഡേക്ക് ഒന്നും തന്നെ ഇല്ല. കറൻസി അതുപോലെ തന്നെ 2020, എല്ലാ ഓപ്ഷൻസും എല്ലാ സെഗ്മെന്റ്സും അതുപോലെ തന്നെ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണ്, ഫൈൻ ആണ്. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. ഒരു ട്രേഡിംഗ് പ്ലാനേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഞാൻ വിചാരിച്ചു ഒരുപാട് ട്രേഡിംഗ് പ്ലാൻസ് ഉണ്ടെന്നില്ല. ഒറ്റ ട്രേഡിംഗ് പ്ലാൻ, പക്ഷെ അത് തന്നെ ധാരാളമാണ്. ബ്രോക്കറേജ് ഇല്ലല്ലോ, പിന്നെ ഇനി എന്താ അവരിനി വേറെ ട്രേഡിംഗ് പ്ലാൻ തരേണ്ടതല്ലേ. ഇനി സൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. സൈൻ നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ആധാർ നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം സൈനിന് വേണ്ടി. ഇത് നമ്മൾ സൈൻ നേരത്തെ ചെയ്തതാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതേപോലെ ഡിജി ലോക്കറിനകത്തൊക്കെ പോയി സൈൻ ചെയ്തു. അതുപോലെ ഒരു പ്രൊസീജിയറാണ് ഇവിടെയും ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണിലോട്ട് ഇനി ഒരു OTP വരും. OTP വന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സൈൻ പെർഫോം ചെയ്യാം എന്നാണ് പറയുന്നത്. ഒന്നറിയില്ല. സൈൻ KRA ഫോം, അടുത്ത KRA ഫോം സൈൻ ചെയ്യാൻ ആണ് പറയുന്നത്. KRA ഫോം നമുക്ക് സൈൻ ചെയ്യാം. അതിനും സെയിം ആധാറിന്റെ പോർട്ടലിലോട്ടാണ് ഓടായിക്കൊണ്ടേയിരിക്കുന്നു. Congratulations. Okay, we have received documents. Your account verification is under process and will verify it soon. Notified once your account is open. അപ്പോൾ നമുക്കൊരു മെയിലായിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും അവർ നോട്ടിഫൈ ചെയ്യും. എത്ര ടൈമാണ് എടുക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒരു ദിവസമാണോ 2 ദിവസമാണോ അതിൽ കൂടുതലാണോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി അധിക സമയം എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉടനെ തന്നെ മെസ്സേജ് ഒക്കെ വരേണ്ടതാണ്. എനിക്കൊരു മെസ്സേജ് വന്നു കേട്ടോ. ഇപ്പം എനിക്ക് വന്ന മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ ഓപ്പണിംഗ് അക്കൗണ്ട് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നിട്ട് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസിന് വേണ്ടി ഒരു ലിങ്കും കൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ വരും. ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് മനസ്സിലാവും. ഞാൻ എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ഒരു അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഈ ഒരു വീഡിയോ കാണാതെ പോവുകയാണെങ്കിൽ മേ ബി കുറച്ചുകൂടെ സമയമെടുക്കും. കാരണം ഒന്ന്, നമുക്കറിയില്ല എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന്. ബേസിക്കലി ഇതിനകത്ത് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് നമ്മുടെ ആധാർ വേണം, പാൻ കാർഡ് വേണം. പിന്നെ ഇതെല്ലാം ഡിജി ലോക്കറിനകത്ത് അവൈലബിൾ ആയിരിക്കണം. യൂഷ്വലി മിക്കവാറും എല്ലാവരുടെയും ഡിജി ലോക്കറിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും.
നമുക്ക് ഇ സൈൻ ചെയ്യണം ഈ ഡിജി ലോക്കറിനകത്ത് ഉള്ള സാധനം. പിന്നെ യൂഷ്വലി നമ്മുടെ പാനും ആധാറും എല്ലാം ലിങ്ക്ഡ് ആയിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ സൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്ത് വെച്ചേക്കണം. ഒരു 6 monthsന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ITR എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് പാസ്വേഡ് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ Ctrl+P കൊടുത്തിട്ട് പ്രിന്റിന്റെ സ്ക്രീനിൽ പോയിട്ട് സേവ് ആസ് ആയിട്ട് സേവ് ചെയ്തു. അപ്പോൾ പാസ്വേഡ് സ്ട്രിപ്പായി. പിന്നെ ഞാൻ വലിയ ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്തില്ല. പിന്നെ 1-2 കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ക്രീൻ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് പിക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ സൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇ സൈൻ ആൾറെഡി, ഇ സൈൻ അല്ല, ഒരു ഡിജിറ്റൽ സൈൻ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ വച്ചേക്കണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ സൈൻ ചെയ്യുമ്പോൾ വലിയ രീതിയിലൊന്ന് സൈൻ ചെയ്യണം. മാത്രമല്ല അത് നന്നായിട്ട് ക്രോപ്പ് ചെയ്ത് ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ സൈൻ ഒന്ന് സെറ്റ് ചെയ്ത് വേണം വച്ചേക്കാം. ഇല്ലെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യത്തില്ല. സൈൻ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യത്തില്ല. ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ അടുത്ത സ്ക്രീനിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നീട് വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് തോന്നിയത്. വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. വേറെ എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ഓപ്പൺ ആവും. അക്കൗണ്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. മൊബൈലിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അക്കൗണ്ട് എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്തോ, ഇനി എന്തെങ്കിലും വെരിഫിക്കേഷൻ റിക്വയർമെന്റ് ആവശ്യമുണ്ടോ, നമ്മൾ സബ്മിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കുറച്ചും കൂടെ ഫർദർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ നോർമലി എനിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫർദർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണമെന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ ഈ കോട്ടയ്ക്ക് തന്നെ അക്കൗണ്ട് തുടങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രോക്കറിന്റെ കീഴിൽ അക്കൗണ്ട് തുടങ്ങും. എനിക്കിപ്പോൾ അറിയാവുന്ന ഒരു 0 ബ്രോക്കറേജ് പ്ലാൻ ഓഫർ ചെയ്യുന്ന ഒരു ബ്രോക്കർ കോട്ടക്കാണ്. പിന്നെ ഏതൊരു ബ്രോക്കറും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ബ്രോക്കർ കുറച്ച് ഫേമസ് ആയ ഒരു ബ്രോക്കറാണ്. പക്ഷെ ഞാൻ പേര് ഇപ്പോൾ കറന്റ്ലി ഓർക്കുന്നില്ല. അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ആ ബ്രോക്കറിന്. പക്ഷെ കോട്ടക്കാണ് ഞാൻ ആദ്യമായി കണ്ടത്. പിന്നെ ഇവർക്ക് ബാങ്കും കൂടെ ഉണ്ടല്ലോ, കോട്ടക് മഹീന്ദ്ര ബാങ്ക്. അപ്പൊ അതിന്റെ ഒരു ബാക്കപ്പും കൂടെ ഉണ്ട് ഇവർക്ക്. നമ്മുടെ ICICIക്കും അതുപോലെ തന്നെ HDFCക്കും ഒക്കെ തന്നെ സെക്യൂരിറ്റീസ് ഉള്ളതുപോലെ തന്നെ കോട്ടക്കിനും സെക്യൂരിറ്റീസ് ഉണ്ട്. പക്ഷെ അവർ 0 ബ്രോക്കറേജ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ ട്രേഡിങ്ങിലൊക്കെ ആണെങ്കിൽ കുറച്ചൊരു വലിയ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാണ്, ഈ ബ്രോക്കർ എങ്ങനെയാണ് പൊട്ടിപ്പോകുമോ ഇല്ലയോ എന്നൊക്കെ. യൂഷ്വലി അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അതിനുള്ള ബാക്കപ്പ് എല്ലാം സെബി അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും കോട്ടക് മഹീന്ദ്ര പോലുള്ളൊരു ബ്രോക്കർ ആവുമ്പോൾ അവർക്കൊരു ബാങ്കിന്റെയും കൂടെ ഒരു ബാക്കപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാം. കാരണം ഈ ബ്രോക്കിങ്ങിൽ മാത്രമല്ലല്ലോ, ബാങ്കിങ്ങിൽ തന്നെ ആൾക്കാർ എത്രയോ എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ഒക്കെ ആയിട്ട് അവരെ വിശ്വസിച്ച് കീപ്പ് ചെയ്യുവാണ്. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ശരി, ഉടനെ തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.